അല്ലാഹുവേ പ്രപഞ്ചമടക്കി ഭരിക്കുന്ന സൃഷ്ടാവായ പടച്ചവനെ അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നീ അവർക്കൊക്കെ സ്വർഗ്ഗം നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയനാടിന്റെ ദുരന്തം ഓരോ ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും നമ്മളെ വേദനിപ്പിക്കുകയാണ്. നമ്മളെല്ലാ വേദനയോടെ വിഷമത്തോടെ നമ്മൾ അതൊക്കെ കാണുകയാണ്. നമുക്ക് ദുആ ചെയ്യാം. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. പടച്ചവനെ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അതുപോലെ ജീവിച്ചിരിക്കുന്നവർ പടച്ചവനെ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് അല്ലാഹുവേ അവർക്കൊക്കെ നീ ഐശ്വര്യങ്ങൾ നൽകണേ പടച്ചവനെ. നീ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ കാക്കാൻ അർഹൻ, അവന്റെ അടിയാറുകളെ കാക്കാൻ അർഹൻ അല്ലാഹുവാണ്. അവന്റെ കാവൽ അല്ലാഹു അവർക്കും നമുക്കും ആ പിഞ്ചു മക്കൾക്കും എല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദുരന്തം നമുക്ക് ഒരുപാട് പാഠം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വേദനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ദുരന്ത ഭൂമിയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും ഓരോ വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയന്നു പോകുകയാണ്, പേടിച്ചു പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും അവരുടെ പുനരധിവാസം പെട്ടെന്നാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ഓരോ വാക്കുകൾ നമ്മളെ കണ്ണീരണിയിപ്പിക്കുന്നതാണ്. അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഉറ്റവരും ഉടയവരും അവരുടെ മക്കളൊക്കെ അവരിൽ നിന്ന് വിടവാങ്ങിപ്പോയി. ആ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകുകയാണ്. അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, ഈ പ്രപഞ്ചം അടക്കി സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ നീയാണ് അല്ലാഹുവേ. പടച്ചവനെ, അവർക്കൊക്കെ സമാധാനം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ റഹ്മാനേ. സമാധാനവും സന്തോഷവും നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ, ലോകമടക്കി ഭരിക്കുന്ന സൃഷ്ടാവായ പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. അവൻ നിശ്ചയിക്കുന്നതാണൊക്കെ ഈ ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവനോട് നമുക്ക് ദുആ ചെയ്യാം. പടച്ചവനെ, അവർക്കൊക്കെ നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. തുടർന്ന് അവരുടെ ജീവിതങ്ങൾ സന്തോഷകരമാക്കണേ അല്ലാഹ്. അവരുടെ പുനരധിവാസങ്ങൾ വേഗത്തിലാക്കണേ റഹ്മാനേ. അതിന് നീ എല്ലാവർക്കും പടച്ചവനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ദുരന്ത ഭൂമിയിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തകരുണ്ട്. നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം പടച്ചവനെ. അവർക്കൊക്കെ നീ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം പടച്ചവനെ. ആ കാരുണ്യ പ്രവർത്തകരുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്. അവർക്ക് നീ നല്ല ആരോഗ്യവും നല്ല ശക്തിയും അവർക്ക് നീ നൽകണേ പടച്ചവനെ. അവരെ കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ നീ സൂക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വയനാട് ദുരന്തം നമുക്കറിയാം. അവർക്കുള്ള ഉറ്റവരും ഒഴിയവരും സഹോദരങ്ങള്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരവർ, സഹോദരനെ നഷ്ടപ്പെട്ടവരവർ, ഭാര്യ നഷ്ടപ്പെട്ടവരവർ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവരവർ, അതുപോലെ തന്നെ കുഞ്ഞു മക്കൾ അവരുടെ വാപ്പയുമായി നഷ്ടപ്പെട്ടവരവർ, അങ്ങനെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ അവിടെ. അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അതൊക്കെ കണ്ട് ഭയന്നു പോവുകയാണ്, പേടിച്ചു പോവുകയാണ്, വിഷമിച്ചു പോവുകയാണ്. അതൊക്കെ നമുക്കൊരു കണ്ണീരോടെ അല്ലാതെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ ഈ അവസ്ഥകളൊക്കെ നമ്മളിലാണ് വന്നിരുന്നില്ലല്ലോ എന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കും. അപ്പോഴറിയാം അതിന്റെ വേദന എത്രത്തോളം ഉണ്ടാകും. അല്ലാഹുവേ, അവർക്കൊക്കെ സമാധാനം നൽകണേ പടച്ചവനെ. അപ്പൊ അവിടെ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി.
അതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരൻ ഒരുപാട് പേര് അവർക്ക് അല്ലാഹുവേ നീ അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ പടച്ചവനെ. അവരുടെ ഹൃദയങ്ങൾക്ക് നീ ബലം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ പടച്ചവനെ. പല ശരീരങ്ങളുടെ പല ഭാഗങ്ങളും അവയവങ്ങളൊക്കെ കുറഞ്ഞവരുടെ അല്ലാഹുവേ അതൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു അവരുടെ ഖബറുകൾ സ്വർഗീയ പൂങ്കാവനമാക്കട്ടെ. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു മാഫ് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ മുണ്ടക്കയം പള്ളിയിലെ ഉസ്താദായ ശിഹാബുദ്ദീൻ ഫൈസി അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഇമാമായ എല്ലാ വെള്ളിയാഴ്ചയും ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്കറിയാം, ഒരു മഹല്ലെന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നവരാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഇമാമികൾ ഖത്തീബന്മാർ അവര് എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിയിൽ നിൽക്കുന്ന ഉസ്താദന്മാർ. അല്ലാഹു ശിഹാബുദ്ദീൻ ഉസ്താദ് ഫൈസിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർ പറയുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ജോലി ചെയ്ത മുഅദ്ദിൻ ഉസ്താദൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ കരഞ്ഞു പോകുകയാണ്. ഖാലിഖായ റബ്ബേ, നീ അദ്ദേഹത്തിന് സ്വർഗം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മാതാവ് തലേ ദിവസവും അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, മക്കളെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മയോട് പറഞ്ഞത് എന്താണ്? ഞാൻ മാത്രമല്ലല്ലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഈ നാട്ടിൽ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അവരൊക്കെ ഇൻഷാ അല്ലാഹ് അതിനെ നേരിടാനുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹത്തിന്റെ മാതാവിനോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ആദ്യം ഉരുൾപൊട്ടിയതിനു ശേഷം അദ്ദേഹം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമത്തിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം അത്രത്തോളം അദ്ദേഹത്തിനെ ആ നാട്ടുകാർ സ്നേഹിച്ചു, അദ്ദേഹം ആ നാട്ടുകാരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരൻ, ആ ഉസ്താദിന്റെ അധ്യാപനത്തിൽ തന്നെ മക്കളോട് വല്ലാത്ത സ്നേഹമുള്ള ഉസ്താദായിരുന്നു. നമുക്കറിയാം, 1ാം ക്ലാസ്സിലെ 8 പൊട്ടും തിരിയാത്ത കൊച്ചു മക്കൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നൊരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. അല്ലാഹുവേ പടച്ചവനെ, ഖാലിഖായ റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, നമ്മളൊക്കെ നിന്റെ ദീനീ സേവകന്മാരാണ്. ഞങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അതൊക്കെ ഞങ്ങൾക്ക് നീ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ എത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹുവേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉസ്താദ് അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ 1ാം ക്ലാസ്സിലെ മക്കളെ അറബി അക്ഷരം എഴുതി പഠിപ്പിക്കുന്ന കണ്ടോ? ചിന്തിച്ചു നോക്കാം. അദ്ദേഹം അത്രത്തോളം കുഞ്ഞുങ്ങളോട് കുട്ടികളോട് സ്നേഹമുണ്ടായിരുന്നു. അവർക്ക് നല്ലവണ്ണം പഠിക്കണം എന്നൊരു ചിന്തയുള്ള ആളായിരുന്നു. അതുകൊണ്ട് 1ാം ക്ലാസ് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ തന്നെ നിൽക്കണം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എത്രത്തോളം ആത്മാർത്ഥമായി അദ്ദേഹം വിദ്യാർത്ഥികളുടെ പഠനത്തിൽ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സാധാരണ ഉസ്താദന്മാരൊക്കെ മുതിർന്ന ക്ലാസ്സുകളൊക്കെ എടുക്കാറുള്ളൂ. പക്ഷെ ഇത് ബേസിക് തന്നെ, ആ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ തുടക്കം തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നുള്ള ഒരു ചിന്തയുള്ള ഒരു അധ്യാപകനായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, ആ ഉസ്താദിനെ സ്വർഗം നൽകണേ റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, എല്ലാവരും ദുആ ചെയ്യണം. ഒരാൾ ഇങ്ങനെയുള്ള വിപത്തുകളിൽപ്പെട്ട് മരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ കൂലി നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ സ്വർഗ്ഗത്തിൽ തന്നെയായിരിക്കും. അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളൊക്കെ ദീനീ ഖിദ്മത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാഹുവേ, ഈ മേഖലയിൽ നീ ഞങ്ങളെ അടിയുറച്ച് നിർത്തണേ പടച്ചവനെ. അടിയുറപ്പിച്ച് നിർത്തുകയും ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനും ജനങ്ങൾക്ക് വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ സഹായിക്കാനും അവരുടെ മേൽ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്താനും നീ ഞങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കണേ അല്ലാഹുവേ. നിങ്ങൾ നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരത്തിലെ ശിഹാബുദ്ദീൻ ഉസ്താദ്, അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തനായിരുന്നു. ഒരു മഹല്ലിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദേശം നൽകുക, ജനങ്ങൾക്ക് അതുപോലെ തന്നെ അല്ലാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക, നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ഇങ്ങനെയുള്ള അറിവുകൾ ജനങ്ങളുമായി പങ്കുകൾ വെക്കുക. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും തിളങ്ങി നിന്ന ആ ഉസ്താദ്, അല്ലാഹുവേ അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകണേ പടച്ചവനെ. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ദുആ ചെയ്യണം. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, പറഞ്ഞില്ലേ, അവർ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം.
അതുപോലെ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സഹോദര സമുദായത്തിൽപ്പെട്ടവർ അവർക്കെല്ലാം വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും നമ്മുടെ കരങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി അവരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുക. ഏതെങ്കിലും നിലയിലൂടെ അവർക്ക് നല്ല നല്ല സഹായങ്ങൾ ഒരുപാട് സമ്പന്നന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ഒരുപാട് കാരുണ്യ പ്രവർത്തകരുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ച് നിങ്ങൾ നടത്തണമെന്നോ അതിന് ധാരാളം പുണ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു ആ മരണപ്പെട്ടവർക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ. നമുക്കറിയാം, അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അതുപോലെ തന്നെ തീപിടുത്തത്തിൽ മരണപ്പെടുന്നവർ, പ്രസവാനന്തരം മരണപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ കൂലി നൽകി അവരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തുന്നതാണ്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും കൂട്ടായി ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കരങ്ങൾ അവരിലേക്ക് ചെല്ലേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരരെ, അവിടുത്തെ ആ ഒരു അവസ്ഥ വല്ലാതെ നമ്മളെ ദുഃഖപ്പെടുത്തുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് പേര് അവിടെ അവര് ചെടിയിൽ നിന്നൊക്കെ മരണപ്പെട്ട് എടുത്ത് രക്ഷാപ്രവർത്തകർ എടുത്തതായി നമ്മൾ കാണുന്നുണ്ട്. ഇനിയും പലരും കിട്ടാനുണ്ട് എന്നാണ് പറയാറുള്ളത്. എന്റെ സഹോദരരെ, നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ റഹ്മാനായ റബ്ബേ, അതിൽ കുടുങ്ങപ്പെട്ടവരെല്ലാം നീ പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കണം. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ, എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മളുടെ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അമലുകളെ നമ്മൾ മുറുകെ പിടിക്കണം. മഹാന്മാരായ സഹാബാബ നമുക്ക് പറഞ്ഞു തരുകയാണ്, അല്ലാഹുവിന്റെ റസൂലും ഞങ്ങളും കൂടി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പ്രകൃതി വ്യത്യാസപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ വലിയ കാറ്റ് വരികയാണ്. നമുക്കറിയാം, അറേബ്യയിൽ പോയവർക്കറിയാം, വലിയ വലിയ പൊടിക്കാറ്റുകൾ വന്ന് പകല് രാത്രി പോലെ ആകാറുണ്ട്. അതുപോലെ പ്രകൃതിയിൽ എന്തോ ഒരു വലിയ വ്യത്യാസം വരികയാണ്. കണ്ട പ്രകൃതിയിൽ ഒരു വ്യത്യാസം വരികയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പാരായണം ചെയ്യുകയാണ്. നബി തങ്ങൾ പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു മുഅവ്വിദതൈനി, അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രകൃതിയിൽ ഒരു വ്യത്യാസം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ രണ്ട് സൂറത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്തു എന്ന് മഹാന്മാരായ സഹാബാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തൊരു സംഭവമാണ്. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ പ്രകൃതിയിൽ ഒരു വ്യത്യാസം കണ്ടപ്പോൾ ഇങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്യണം. പടച്ചവനെ, ഈ കാലവിപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹ്, നീ വയനാട്ടിലുള്ള ആ സഹോദരങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അതുപോലെ ജീവിച്ചിരിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ, അവരുടെ എല്ലാം ശരീരങ്ങൾ മുറിഞ്ഞവരുണ്ട്, പല ഭാഗത്തും വേദനയുള്ളവരുണ്ട്. അവർക്കൊക്കെ സമാധാനങ്ങൾ നൽകണേ പടച്ചവനെ, അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാഹ്. അവർക്കെല്ലാം സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ, മാതാപിതാക്കൾ മരണപ്പെട്ട മക്കളോട് റഹ്മാനെ, പടച്ചവനെ അവരെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാഹ്. അവർക്ക് സന്തോഷം നിലനിർത്തണേ പടച്ചവനെ. ഈ ഭൂമി അടക്കി സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ നീയാണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവർക്കെല്ലാം ഭക്ഷണം നൽകുന്നവൻ നീയാണ്. പടച്ചവനെ, ആ കുഞ്ഞുങ്ങളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരെ
അവരെയൊക്കെ നല്ല സുരക്ഷിതമായ കരങ്ങൾ നീ ഏൽപ്പിക്കണേ റഹ്മാനേ. അവർക്കെല്ലാം സന്തോഷങ്ങളും നൽകണേ പടച്ചവനെ റഹ്മാനായ റബ്ബേ. അവിടെ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തകർക്കെല്ലാം നീ സർവാനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. അവർക്ക് ശക്തി നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് അവരെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാ. അതുപോലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കൊക്കെ പടച്ചവനെ അല്ലാഹു അവർക്ക് പുനരധിവാസത്തിന് നീ എല്ലാ സൗകര്യങ്ങളും നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാ. അവർക്ക് സന്തോഷം നൽകണേ പടച്ചവനെ. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കുഞ്ഞു കുട്ടികളുടെ അല്ലാഹുവേ നീ സംരക്ഷിക്കണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അതുപോലെ പടച്ചവനെ ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയെല്ലാം കാലവിപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബേ അതൊക്കെ നേരെ മുൻകൂട്ടി കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയെല്ലാം ഇതുപോലെ തന്നെ പടച്ചവനെ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും കാലമുസീബത്തുകളിൽ നിന്നെല്ലാം ഷർറുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നെല്ലാം നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അതുപോലെ ഞങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലിലെ നിവാസികളെയും അതുപോലെ ആ മഹല്ലിൽ സ്ഥിതി ചെയ്യുന്ന നാടിനെയും നമ്മുടെ നാടിനെ മുഴുവനും നീ കാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാ മേഖലകളിലും ഞങ്ങളുടെ മുഴുവൻ മേഖലകളിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അപകടങ്ങളിൽ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടുകളെ കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിരോഗി ഹാർട്ട് ബ്രെയിൻ ട്യൂമർ അതുപോലെ തന്നെ ശരീരത്തിന്റെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ശ്വാസമുട്ട് അങ്ങനെയുള്ള പലരുമുണ്ട് റബ്ബേ. പല പല രോഗികളുണ്ട് അല്ലാഹുവേ. അവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ സകല മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ അറിയുന്നവൻ നീയാണ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.